കോഴിക്കോട് മാനാഞ്ചിറ കിഡ്സൺ കോർണറിന് സമീപത്തെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡാകെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. വേനൽ മഴയിൽ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മഴക്കാലമായാൽ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. വർഷങ്ങളായുള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കോഴിക്കോട് കോർപ്പറേഷന് കഴിയുന്നില്ല എന്ന് BJP ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തി. നഗരത്തിന്റെ ഹൃദയഭാഗമായ മാനാഞ്ചിറയിലാണ് ഈ ദുരവസ്ഥ. മാനാഞ്ചിറ സ്ക്വയറിലേക്കും മിഠായി തെരുവിലേക്കുമുള്ള പ്രധാന വഴിയിലാണ് വെള്ളക്കെട്ട്. ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ റോഡ് തോടാകും. കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥ. സ്പോർട്സ് കൗൺസിലിന് മുന്നിലും സെൻട്രൽ ലൈബ്രറിക്ക് മുന്നിലുമായാണ് കൂടുതൽ പ്രതിസന്ധി. ഇതുകാരണം ഇവിടെ അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. ഓവുചാൽ വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപം. ഇടയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അതിന് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുടെ തെളിവാണ് പ്രധാന റോഡിലെ വെള്ളക്കെട്ടെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ അമൃത് നഗരം പദ്ധതിയിലൂടെ ഓവുചാൽ നിർമ്മാണം, ഓട വൃത്തിയാക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുള്ള ഒരു നഗരസഭയാണിത്. കൃത്യമായും എല്ലാ വർഷവും ഈ പണം ഇവിടെ ഉപയോഗിക്കുന്നു. എന്നിട്ടാണ് ഈ ദുരാവസ്ഥ. അരമണിക്കൂർ മഴ പെയ്യുമ്പോൾ കോഴിക്കോട് നഗരത്തിൽ തോണി ഇറക്കേണ്ട സാഹചര്യമാണ്. ഇത് കൃത്യമായിട്ടും ഈ നിർമ്മാണ പ്രവൃത്തിയിൽ അമൃത് നഗരം പദ്ധതിയിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന നഗരത്തിലെ പ്രധാന റോഡിന്റെ അവസ്ഥ ഒരു വേനൽ മഴ പെയ്തപ്പോൾ ഇതാണെങ്കിൽ ഇനി മഴക്കാലമായാൽ എങ്ങനെ ഈ ദുരവസ്ഥ അതിജീവിക്കുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. അതുകൊണ്ട് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ ശാശ്വത പരിഹാരം കാണണമെന്ന് BJP ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്.